ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഉപവാസത്തിൻ്റെ 24ാമത്തെ ദിവസവും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത്, നല്ല ഭാഗ്യത്തെ ഓർത്ത്, നല്ല പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഈ ലോകത്ത് നോക്കാമെങ്കിൽ നമ്മളെപ്പോലുള്ള ഒത്തിരി സമശിഷ്ടങ്ങൾ ആമേൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒത്തിരി പേർ പ്രശ്നങ്ങൾക്കകത്തും പ്രതിസന്ധികൾക്കകത്തും ആമേൻ കുടുങ്ങിക്കിടക്കുമ്പോൾ ആമേൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ച വിധങ്ങളെ ഓർത്ത്, കരുതിയ വിധങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആമേൻ ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ആമേൻ സ്തുതിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകി. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകലിലും ഇതിനകത്ത് നിൽക്കുമ്പോൾ ആമേൻ എൻ്റെ എന്തെങ്കിലും ഒരു കഴിവോ മിടുക്കോ ആമേൻ എന്തെങ്കിലും ഒരു യോഗ്യതയോ കൊണ്ടല്ല ആമേൻ ഇതിനകത്തായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നോട് കരുണ കാണിച്ചതുകൊണ്ട്, സ്വർഗത്തിലെ ദൈവം എന്നോട് മനസ്സലിവ് കാണിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം അവസരം നൽകി. ആമേൻ. പ്രത്യേകം ഇന്ന് ഒത്തിരി സന്തോഷങ്ങളുള്ള ആമേൻ ഒത്തിരി സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. ഒത്തിരി നാളത്തെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെയൊക്കെ സബലീകരണം, പൂർത്തീകരണം ആമേൻ ഇന്ന് പകലിൽ ആമേൻ വൈകിയ വേളയിൽ സംഭവിക്കുവാൻ പോകുന്നു. ആമേൻ. അങ്ങനെയുള്ള ഒത്തിരി സാക്ഷ്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആമേൻ ആമേൻ പ്രതികൂലങ്ങളുമുണ്ട്, ആമേൻ പ്രതിസന്ധികളുണ്ട്. അതിനേക്കാൾ ഉപരി സന്തോഷവും കർത്താവ് നൽകുന്നുണ്ട്. അതിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി യേശു വലിയവനാണെന്ന് പറയുവാൻ സ്വർഗം അവസരം നൽകി. പ്രൈസ് ദി ലോർഡ്. സ്തുതിച്ചു പാടിടും മഹിമാങ്ങയ്ക്ക് എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. സ്തുതിച്ചു പാടിടും മഹിമാങ്ങയ്ക്ക് എൻ കരങ്ങളെ ഉയർത്തി ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. വരുന്നു നാഥാ നിൻ സന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടെ ഇനി അങ്ങേ ആരാധിക്കും. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല, അങ്ങെപ്പോലെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യേശു വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ നമുക്ക് വേണ്ടി വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാണ്. അത് ഇന്ന് പകലിലും വളരെയധികം സന്തോഷത്തോടെ പറയുവാൻ, വളരെയധികം പ്രത്യാശയോടെ പറയുവാൻ ആമേൻ എനിക്ക് മടിയില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം എൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ യേശു അത്രത്തോളം വലിയവനാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ ലോകത്ത് ആർക്കും കൊള്ളരുതാതെ കിടന്ന എന്നെ ആമേൻ പുറം പറമ്പിൽ കിടന്ന
എന്നെയും എൻ്റെ കുടുംബത്തെയും ആമേൻ ആമേൻ എന്തെങ്കിലുമൊക്കെ ആക്കി തീർക്കുവാൻ ആമേൻ ഒരു മഹിമ ആമേൻ പറയുവാൻ തക്കതായിട്ടുള്ളതായ യാതൊരുവിധ ആമേൻ കുടുംബ മഹിമയോ അല്ലെങ്കിൽ ആമേൻ പറയുവാൻ തക്കതായ അത്ര വലിയ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത പറഞ്ഞ് ആമേൻ പൊങ്ങച്ചം അടിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു പാരമ്പര്യത്തിൻ്റെ പൊങ്ങച്ചം പറഞ്ഞടിക്കുവാനോ ആമേൻ ഈ ലോകത്ത് ഞങ്ങൾക്കൊരു ശ്രേഷ്ഠതയുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ ഞങ്ങളെ തേടി ആ വലിയവനായ യേശു കടന്നു വന്ന് ആമേൻ ആ സമ്പന്നനായ കർത്താവ് ആമേൻ അഗതികളെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം ആമേൻ ആർക്കും വേണ്ടാതെ കിടന്ന ഞങ്ങളെ ആ കുപ്പത്തൊട്ടിയിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിരുന്നുശാലയ്ക്കകത്ത് കൊണ്ടുവന്ന് അനേകർക്ക് രുചി പകരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ദൈവിക മഹത്വത്തിൻ്റെ ലഹരിയായി മാറ്റിയെങ്കിൽ പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ആമേൻ അമ്മമാരെ, എൻ്റെ യൗവന സഹോദരങ്ങളെ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ആമേൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് ആമേൻ ആർക്കും വേണ്ടാതെ കിടക്കുന്ന നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ എല്ലാവരും കൊള്ളരുതാത്തവരെന്ന് പറയുന്നവരെയാ ദൈവത്തിന് ആവശ്യം. ആമേൻ ആമേൻ ടിപ് ടോപ്പിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഭയങ്കര ആമേൻ സംഭവമാണെന്ന് പറയുന്നവരുടെ ജീവിതത്തിനകത്ത് ഒന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുമല്ല കർത്താവേ, ആമേൻ ഞാൻ ദൈവസന്നിധിയിൽ ഏതുമല്ല കർത്താവേ, എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുവാൻ തയ്യാറാണ്. ആമേൻ ആമേൻ മറ്റുള്ളവർ പറയുന്ന നിന്നയെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആമേൻ എൻ്റെ പാരൻസ് പറയുന്ന നിന്നയെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ആമേൻ എൻ്റെ സഹോദരങ്ങൾ പറയുന്ന നിന്നയെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ലോകം എന്നെക്കുറിച്ച് പറയുന്ന നിന്നയെ ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എൻ്റെ ശ്രദ്ധ മുഴുവനും സ്വർഗത്തിലെ അപ്പനിലാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും ആമേൻ ഞാൻ ഇതിനകത്ത് ആമേൻ ഒരു വ്യക്തിയെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അതെന്താണെന്ന് ചോദിച്ചാൽ ആമേൻ മനുഷ്യൻ്റെ വാക്കുകളെ വ്യർത്ഥമെന്നെറിഞ്ഞിട്ട് ദൈവത്തിൻ്റെ മുഖത്തെ നോക്കിയത് കൊണ്ട് മനുഷ്യർ എഴുതിയ ലേബലിനെ മാറ്റി ദൈവം നല്ല ലേബലിനെ കൊടുത്തുവെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അവൻ കാണാതെ പോയതിനെ തന്നെയാ തെരഞ്ഞു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ കണ്ണുവട്ടത്ത് ഞാൻ കേൾക്കുന്നതും കാണുന്നതും എൻ്റെ അനുഭവത്തിലുള്ളതും വെച്ച് നോക്കിയാൽ ഞാൻ വിളിച്ചു പറയട്ടെ, കാണാതെ പോയതിനെ തന്നെയാണ് കർത്താവിന് ആവശ്യം. ആർക്കും വേണ്ടാതെ ആമേൻ ആമേൻ കാട്ടിനകത്തും ആമേൻ കുണ്ടറയ്ക്കകത്തും നാശകരമായ കുഴിക്കകത്തും കുഴഞ്ഞ ചേറ്റിനകത്തും കിടക്കുന്ന വ്യക്തികളെ തന്നെയാണ് ദൈവത്തിന് ആവശ്യം. അതുകൊണ്ട് ഞാനൊരു കൊള്ളരുതാത്ത വ്യക്തിയാണ്, ഞാൻ ആർക്കും പ്രയോജനമില്ലാത്തൊരു വ്യക്തിയാണ്, എൻ്റെ കുടുംബത്തിന് എനിക്ക് പറയുവാൻ ശ്രേഷ്ഠതയില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ ആമേൻ ആർക്കും വേണ്ടാത്ത നിന്നെ, ലോകത്തിന് വേണ്ടാത്ത നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഒരു കണക്കിന് ലോകത്തിന് വേണ്ടാത്ത നല്ലതാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. കാരണം ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. കുടുംബത്തിൽ ചിലപ്പോൾ ഒറ്റയ്ക്കാകാം. ആമേൻ ആമേൻ കുടുംബ ജീവിതത്തിൽ ഒറ്റയ്ക്കാകാം. ആമേൻ ഹല്ലേലൂയ. ആമേൻ കൂട്ടുകാർക്കിടയിൽ നിങ്ങൾ തികച്ചും വ്യത്യസ്തനാക്കി നിങ്ങളെ ഒറ്റപ്പെടുത്തി കാണാം. ആമേൻ ആ വ്യത്യസ്തത എന്തിനാ വന്നതെന്ന് ചോദിച്ചാൽ മറ്റാർക്കും ഇല്ലാത്തൊരു വലിയ ദൈവിക തേജസ് നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ചാർച്ചക്കാരുടെ ഇടയിൽ, ആമേൻ നിന്റെ ആമേൻ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ നിന്റെ മേൽ കിടപ്പുണ്ട്. അതുകൊണ്ടാ ഈ കഷ്ടത, അതുകൊണ്ടാ ഈ കണ്ണുനീര്, അതുകൊണ്ടാ ഈ ആമേൻ ആമേൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ അനർത്ഥം, ഈ കഷ്ടത, തലമുറകൾക്കിടയിൽ കടന്നു വരുന്ന വെല്ലുവിളികൾ. ആമേൻ ഹല്ലേലൂയ. മറ്റാരുടെയും കുടുംബങ്ങൾക്കില്ലാത്തൊരു പ്രശ്നം നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയട്ടെ, അത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ദൈവകൃപയാൽ ഏതൊക്കെ വിഷയത്തിന്മേൽ കാഴ്ച വെട്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആമേൻ എവിടെയൊക്കെ ആമേൻ ദൈവസന്നിധിയിൽ കരം കോർത്ത് നിലവിളിച്ചിട്ടുണ്ടോ, അവിടെ നിന്നെല്ലാം ഒത്തിരി ഭക്തന്മാരെ, ഭക്തമതികളെ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആമേൻ പ്രാർത്ഥന നിന്റെ കുടുംബത്തിന് വലിയൊരു കോട്ടയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാർത്ഥന നിന്റെ കുടുംബത്തിനകത്ത് വലിയൊരു പ്രൊട്ടക്ഷന്റെ ചങ്ങലയാണ്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന്റെ ഭവനത്തെ വേലി കെട്ടി സൂക്ഷിച്ചതുപോലെ ചില കുടുംബങ്ങൾക്ക് ചുറ്റും, ചില തലമുറകൾക്ക് ചുറ്റും, ചില ഭാവികൾക്ക് ചുറ്റും, ചില നന്മകൾക്ക് ചുറ്റും ഇന്ന് പകലിൽ സ്വർഗം ഒരു
വേലിയെ കെട്ടുവാൻ പോകുക. വിശ്വാസത്തോടെ പറ, അത് എൻ്റെ കുടുംബത്തിനകത്ത്, അത് എൻ്റെ തലമുറയ്ക്കകത്ത്, അത് എൻ്റെ ഭാവിക്കകത്ത്, അത് എൻ്റെ സാമ്പത്തിക മേഖലയ്ക്കകത്ത്, അത് എൻ്റെ തൊഴിൽ മേഖലയ്ക്കകത്ത്, അതെൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് ഇന്നലെ വരെ പിശാച് വേലി വിളിച്ചെങ്കിൽ അവൻ പിശാചിന് കടന്നു വരുവാൻ പറ്റാത്ത തരത്തിൽ ഒരു അഭിഷേകത്തിന്റെ വേലിക്കമ്പ് ചൂടബബ ശംധന വൈഡമന ദീപലകടക ശംധനാരകൽ കടകശി. ഇന്ന് പകലിൽ ചിലർക്ക് ചുറ്റും ഒരു വലിയ സംരക്ഷണ കവചം ഇന്ന് പകലിൽ സ്വർഗം ഒരുക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇന്ന് പകലിൽ മെസ്സേജിന് വേണ്ടി ഞാൻ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന ആമേൻ ഒരു പ്രവചന ദൂതൻ, ഒരു ദർശനവും കാഴ്ചപ്പാടും ഇതാ. ആമേൻ, നാളെ എന്തോ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ തലേ ദിവസം അനുഭവിക്കുന്ന ഒരു വെപ്രാളമുണ്ടല്ലോ. ആമേൻ ആമേൻ, കുറച്ചുകൂടി അത് മീനിങ് ഫുൾ ആയിട്ട് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കത് ഉൾക്കൊള്ളുവാൻ വേണ്ടി പറയുന്നു. നാളെ ആമേൻ ഞാൻ മരിക്കുമെന്നറിയുമ്പോൾ ആമേൻ ഞാൻ അനുഭവിക്കുന്ന ഒരു വെപ്രാളമുണ്ട്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ ഒത്തിരി ആമേൻ സന്തോഷങ്ങളുടെ പൂർത്തീകരണം എനിക്ക് കാണണം. എൻ്റെ തലമുറയുടെ, എൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ ആമേൻ എക്സെട്ര, എൻ്റെ മുൻപിലോട്ടുള്ള ഒത്തിരി ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം കാണുവാൻ പറ്റത്തില്ല എന്നോർക്കുമ്പോൾ ആമേൻ ആമേൻ ചിന്തിക്കുക, നമ്മൾ മരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിനകത്ത് കയറിക്കൊടുന്ന ഒരു ഭാരമുണ്ട്, ഒരു ടെൻഷനുണ്ട്. ആമേൻ, അതുപോലത്തെ ഭാരം എടുത്തു വെച്ചിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ആമേൻ, ഏതൊക്കെയോ ക്രൂശീകരണത്തിന്റെ അനുഭവത്തിലൂടെ, ഏതൊക്കെയോ നിന്ദകളിലൂടെ, ഏതൊക്കെയോ ഞെരുക്കങ്ങളിലൂടെ മരണത്തെ മുഖാമുഖമായി കാണുന്ന ഏതൊക്കെയോ സഹോദരിമാർ, ഏതൊക്കെയോ സഹോദരന്മാർ, അവൻ ഒന്നുകിൽ അത് സാമ്പത്തികത്തിന്റെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ അത് കുടുംബ ജീവിതത്തിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അത് മിനിസ്ട്രിയുടെ വിഷയമായിരിക്കാം. എനിവേ ഏതുമാകട്ടെ, ഇന്ന് പകൽ നെടുവീർപ്പിടുന്ന വിഷയത്തിനകത്ത് സ്വർഗം ഇന്ന് പകൽ തീയിറക്കി ഒരു വലിയ വിടുതൽ ഇന്ന് പകൽ ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. അത് എന്റെ വിഷയമാ കർത്താവേ. ഇന്ന് പകൽ അവൻ തീയിറക്കുവാൻ പോകുന്നു. ദൂതൻ നിനക്ക് മുമ്പായി ചെന്ന്, ആമേൻ, ദൂതൻ നിനക്ക് മുമ്പായി ചെന്ന് നീ എത്തുന്നതിന് മുമ്പേ, നീ അവിടെ എത്തുന്നതിന് മുമ്പേ സ്വർഗം ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ പോകുന്നു. നാളെയെ ഓർത്തുള്ള നിന്റെ ചില ടെൻഷനുകൾക്ക്, ആമേൻ, നാളെയെ ഓർത്തുള്ള ചില ഭാരങ്ങൾക്ക്, നാളെയെ ഓർത്തുള്ള ചില ആകുലതകൾക്ക് സ്വർഗം ഇന്ന് പകലിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പകല. ചൂടമന ശംധനാരകൽ പ്രൗഢമന ദീപലകടക ശംധനാരകൽ പ്രൗഢമന അർത്ഥനാരഘാനകടക ശംധനാരകൽ കടകശി. ഹല്ലേലൂയ. നാളെ ഓർത്ത് കരയുന്ന കണ്ണുനീരുകൾക്ക്, ആമേൻ, ഹല്ലേലൂയ. മരണത്തെ ഓർത്ത് കരയുന്ന ആരൊക്കെ എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഇന്ന് പകലിലും എന്നെ അതിൽ നിന്ന് മാറ്റിവിടുന്നില്ല. മരണത്തെ ഓർത്ത് കരയുന്ന, ആമേൻ, ഞാൻ മരിക്കാനുള്ളവളാണോ, ആമേൻ, ഞാൻ മരിക്കാനുള്ളവനാണോ, ആമേൻ, അങ്ങനെ കരയുന്ന ആരോ ഇന്ന് പകൽ എനിക്കറിയത്തില്ല. ഹാളിനകത്താണോ അതോ ലൈവിലാണോ, ഇന്ന് പകലിൽ ഈ ശബ്ദ പരിധിക്കുള്ളിൽ പരിശുദ്ധാത്മാവിന്റെ കരുണ, ആമേൻ, ഹല്ലേലൂയ, മരണത്തെയും പാതാളത്തെയും കാൽവരിയിൽ ഞങ്ങൾക്ക് വേണ്ടി ജയോത്സവം കൊണ്ടാടിയ ആ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ചില കുടുംബങ്ങൾക്കകത്തു നിന്ന് ചില സംഹാരകന്റെ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ റിലീസ് ചെയ്യുകയാണ്. ചൂടമന ശംധനാരകൽ കടകശി അംധനാരകൽ പ്രൗഢമന അർത്ഥനകടക ശംധനാരകൽ കടകശി അർത്ഥൽ പ്രൗഢമന ദീപലകടക ശംധനാരകൽ കടകശിയ. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്തൊക്കെ സ്വർഗം ഇന്ന് പകലിൽ ദൂതനെ അയച്ച് ചില തീയെ ഇറക്കിയിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. മക്കളെ ഓർത്തുള്ള വേദനകളെ കുറിച്ച്, ആമേൻ, ഹല്ലേലൂയ, ഭർത്താവിനെ ഓർത്തുള്ള വേദനകളെ കുറിച്ച് ഓർത്തായിരിക്കുന്ന പ്രിയ കുടുംബമേ, നിന്റെ കുടുംബത്തിനകത്ത് ഇന്ന് പകൽ സ്വർഗം ഒരു തീ ഇറക്കിയിട്ടുണ്ട്. ആമേൻ. വിശ്വാസത്തോടെ ആമേൻ പറയുവാൻ തയ്യാറാണോ? റിസീവ് ചെയ്യുമെങ്കിൽ ആമേൻ, ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് വലിയ വിടുതൽ തന്നെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ ആമേൻ സൺഡേ വൈകുന്നേരം ആമേൻ മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ആമേൻ ഒരു പുതിയ കുടുംബം, ഒരു സഹോദരിയും സഹോദരനും ആമേൻ അവിടെ കടന്നു വരുവാനിടയായി. ദൈവാനുവദിച്ചാൽ അവർക്ക് വരാൻ എളുപ്പം ഇവിടെയാ. ആമേൻ. ദൈവാനുവദിച്ചാൽ ആമേൻ ഞായറാഴ്ച മുതൽ ആമേൻ നമ്മുടെ മോർണിംഗ് സെക്ഷൻ മീറ്റിംഗിൽ അവർ കടന്നു വരുവാനിടയായി തീരും. അവരവിടെ വന്നപ്പോൾ ആമേൻ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, മറ്റു ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് അവരെ കുറിച്ച് അറിയത്തില്ല. അവർ പണ്ടെങ്ങാണ്ടോ ഞങ്ങളെ ഒരിക്കൽ വിളിച്ചു ആമേൻ പ്രാർത്ഥനാ വിഷയം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അവരെ അറിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. അവിടെ കടന്നു വന്നപ്പോൾ അന്ന് വൈകുന്നേരം നടന്ന മെസ്സേജിൽ പരിശുദ്ധാത്മാവ്
വ്യക്തമായി ദൈവിക ആലോചനകളെ വിളിച്ചു പറയുവാനിടയായി തീർന്നു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഞങ്ങൾ ആമേൻ അവരോട് ദൈവവചനം ശുശ്രൂഷിച്ചു കടന്നു വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ആമേൻ ആമേൻ റിസൾട്ട് ഇതാണ്. ഒത്തിരി നാളായി ആ സഹോദരൻ ഒരു അപകടത്തിൽപ്പെട്ട് തനിക്ക് ആമേൻ കൈക്ക് ഫ്രാക്ചർ വന്നു. ആമേൻ, താൻ റെസ്റ്റിലായിരുന്നു. അതിനുശേഷം തന്റെ ജോലി നഷ്ടപ്പെട്ടു. ആമേൻ, ഭവനത്തിനകത്ത് സന്തോഷമില്ല, സമാധാനമില്ല, ഒറ്റപ്പെട്ടും ഒളിച്ചിരിക്കേണ്ട അവസ്ഥയായിരുന്നു. ആമേൻ, ആ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കകത്ത് വന്നിരുന്ന് അന്നത്തെ ദൈവവചനവും ആമേൻ പാട്ടും പ്രസംഗവും ഒക്കെ അവരുടെ ഹൃദയത്തോട് ഇടപെടുവാനിടയായി. അവർക്ക് ഒരിടത്തും കിട്ടാത്തൊരു വലിയ ആശ്വാസം അന്നത്തെ മീറ്റിംഗിൽ അവർക്ക് ലഭിക്കുവാനിടയായി. അവർ പറഞ്ഞത്, അന്ന് മുതൽ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ട ഒരു സമാധാനം, ഒരു സന്തോഷം, ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുവാനുള്ളൊരു പ്രത്യാശ. കാരണം അവർ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷമായി, മക്കളില്ല, പുറത്തിറങ്ങാൻ പോലും പറ്റാതെ വണ്ണം അവരൊരു ആമേൻ ലജ്ജാപൂർവമായ ഒരു ജീവിതത്തിലായിരുന്നു. പക്ഷെ അന്നത്തെ വചന ശുശ്രൂഷ മുഴുവനും പരിശുദ്ധാത്മാവ് അവരുടെ ഉദരത്തെ തുറക്കുന്നതിനെ കുറിച്ചായിരുന്നു. ആമേൻ, ആ സഹോദരി പറഞ്ഞത് ഇതാണ്. ആമേൻ, നാളെയെക്കുറിച്ച് പ്രതീക്ഷയില്ലായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിനകത്ത് യേശു കടന്നു വന്ന് സമാധാനം നൽകി, നാളെയെക്കുറിച്ചുള്ള പുത്തൻ പ്രതീക്ഷകളെ നൽകി. കൂടാതെ ആമേൻ, ആ സഹോദരൻ ജോലി ഇല്ലാതിരുന്നു, അതൊന്നും ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു. പ്രിയ സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോഴേ അറിയുന്നേ. ആമേൻ, അന്നത്തെ പ്രയർ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ആമേൻ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് കടന്നുപോയി. ആ സഹോദരന് ആ ജോലി ലഭിക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ഞാനത് പറഞ്ഞതിന്റെ സാരം, ആമേൻ, വിശ്വാസത്തോടെ ആര് ദൈവത്തിന്റെ വചനം അകത്തോട്ട് സ്വീകരിക്കുമോ, സ്വീകരിക്കുന്നവർക്ക് വിടുതല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലപ്പോ ഞങ്ങളെ അംഗീകരിക്കുവാൻ കഴിയുന്നുണ്ടായിരിക്കത്തില്ല, ഉൾക്കൊള്ളുവാൻ കഴിയുന്നുണ്ടായിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. അത് ചൈതന്യമുള്ളതാണ്, അത് ചലിക്കുന്നതാണ്. ആമേൻ. എനിക്കോ നിങ്ങൾക്കോ ഇറങ്ങി ചെല്ലാൻ പറ്റാത്ത സ്ഥാനത്തേക്ക് ഒരു മടിയും കൂടാതെ ഇറങ്ങി ചെല്ലാൻ പറ്റുന്ന ഒരേ ഒരു ആമേൻ നാമമേ ഉള്ളൂ. അത് നസ്രയന യേശുവിന്റെ നാമമാണ്. അത് ദൈവത്തിന്റെ വചനമാണ്. അത് എവിടെ ഇറങ്ങി ചെല്ലുന്നു, ഏത് കാതുകൾക്കുള്ളിൽ കേൾക്കുന്നു, ഏത് ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നു, അതൊരു തീയായി ചലിക്കുവാൻ തുടങ്ങും. ആമേൻ. കെട്ടപ്പെട്ട് കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുന്നതിനെ കാരണമാക്കി തീർക്കും. ഏത് മരിച്ചതിനെയും, ഏത് നാറ്റം വമിച്ചതിനെയും, ഏത് നിർജീവമായി പോയതിനെയും, ഏത് കൊള്ളരുതാത്തതിനെയും ആമേൻ നേരെയാക്കുവാൻ കഴിവുള്ള ഒരേ ഒരു നാമമാണ് നസ്രയനായ യേശുവിന്റെ നാമം. ആ വചനം ജീവനുള്ളതാണ്, അത് ചലിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വചനത്തിന് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്തും ഈ ലോകത്തിനും പലതും ചെയ്യുവാൻ കഴിയുന്ന വലിയൊരു ശക്തിയാണ് അത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ജീവനുള്ളതാണ്. ആമേൻ. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അയ്യോ അത് ജീവനുള്ളതല്ല, ആമേൻ, അത് മരവിച്ചതാണ്, അതിനൊന്നും കഴിയുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നുണ്ടില്ല, ആമേൻ, മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല, അവയെ ഉണ്ടാക്കുന്നവരൊക്കെയും അവയെ പോലെയാകുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? അത് അസ്ഥികളെയോ അസ്ഥിമജ്ഞങ്ങളെയും വേർപിടിവിക്കുമെന്ന് ശക്തിയേറിയത്. ആമേൻ. ഏത് ഹൃദയത്തിനകത്തും ഇറങ്ങിച്ചെന്ന് രൂപാന്തരം വരുത്തുവാൻ കഴിയുന്നതും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയുന്നതും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തി നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ പട്ടണത്തിനകത്ത്, നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത്, നിന്റെ തൊഴിൽ മേഖലയ്ക്കകത്ത്, നിന്റെ ദാരിദ്ര്യത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കുവാൻ കഴിയുന്നതുമായ ഒരു വലിയ അദൃശ്യമായ ശക്തിയാണ് ദൈവത്തിന്റെ വചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഏത് മരിച്ച വ്യക്തിയെയും ഉയർപ്പിക്കുവാൻ കഴിയും. ഏത് കല്ലറയ്ക്കകത്തും ആ വചനത്തിന് ഇറങ്ങി ചെല്ലുവാൻ കഴിയും. ഏത് ഐസിയുവിനകത്തും, ഏത് വെന്റിലേറ്ററിനകത്തും, ഏത് സർജറി തിയേറ്റർ
തിയേറ്ററിനകത്ത്, ഏത് മന്ദബുദ്ധികളായ തലമുറയ്ക്കകത്ത്, ഏത് ഇന്റർവ്യൂ പാസ്സകത്ത്, ഗവൺമെന്റ് ജോലികൾക്കകത്തേക്കും ഏത് ഡിവോഴ്സിന്റെ പേപ്പറുകളെയോ മാറ്റി കുറിക്കുവാൻ കഴിയുന്നതായ ഒരു വലിയ ശക്തി ഇന്ന് പകൽ നിന്റെ കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുന്നുണ്ട്. ജൂഡമന ഹതനഘടക ശംധനാരകൾ ഘടകസിയ ആർദ്ധൽ പ്രൗഢമന ദീപലഘടക ശംധനാരകൾ പ്രൗഢമന അഥാനഘടക ശംധരഘടന ഘടകസി ദീപൽ പ്രൗഢ ശംധാരകന വൈഡമന വൈശമന ഹതാനഘടകസി അർത്ഥനാരകൾ പ്രൗഢമന. നീ കരയുന്ന കണ്ണുനീരിന് മറുപടിയുണ്ട്. ആമേൻ. നീതിയുള്ള ന്യായാധിപതി, നീതിയുള്ള ന്യായാധിപതി, ആമേൻ, അവൻ ആരെന്ന് നിന്റെ കുടുംബം യഥാർത്ഥമായി സത്യമായി തിരിച്ചറിയേണ്ട സമയം ഇത് അടുത്തു വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഒത്തിരി പേർ ചിന്തിക്കുന്നത് ആമേൻ വല്ല ചൊറയും ക്ഷണങ്ങും മാറുന്നത് ദൈവത്തിന്റെ അത്ഭുതമെന്ന്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ചൊറയും ക്ഷണങ്ങും മാറുന്നതല്ല അത്ഭുതം, മരിച്ചതിനെ ജീവിപ്പിക്കുന്നത്, നശിച്ചു പോകുന്നതിനെ വീണ്ടെടുക്കുന്നത്, തകർന്നു പോയതിനെ പണിയുന്നത്. ജൂഡമമ ശംതനാരഘാലഘടകസി അർത്ഥപ്രൗഢമന ധീബലഘടകസി വൈഡമന ധീബലഘടകസിയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആമേൻ. സ്വന്തമായി ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു ഇതെന്റെ സ്വന്തമെന്ന് നിനക്ക് അഹങ്കരിക്കാൻ ഈ ഭൂമിയിലൊന്നുമില്ല. സൗന്ദര്യമില്ല, വിദ്യാഭ്യാസമില്ല, ജോലിയില്ല. നീ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് നീ ആമേൻ കെട്ടിപ്പടുത്തുയർത്തി എന്ന് പറയുന്ന യാതൊന്നും നിന്റേതല്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ചിലരൊക്കെ അതൊക്കെ മറന്നു കളയുന്നുണ്ട്. ആമേൻ. ചിലരൊക്കെ മറന്നു കളയുന്നുണ്ട് എന്റെ കഴിവ്, ആമേൻ, ഹല്ലേലൂയ, എന്റേത്. നോ, അല്ല. ആമേൻ. എന്റേത് ആ പിടിവാശി ഈ ഉപവാസത്തിന്റെ 24ാമത്തെ ദിവസം എന്റെ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന, ആമേൻ, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അത് സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, അത് കുഞ്ഞാകട്ടെ മുതിർന്നതാകട്ടെ, ആമേൻ, സ്വന്തമല്ല, സ്വന്തമല്ല. ഇത് നിന്റെ കഴിവല്ല. ആമേൻ. ഇത് നിന്റെ യോഗ്യതയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അപ്പൻ നിന്റെ കുടുംബത്തോട് കാണിച്ച കരുണയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ഒന്ന് പ്രാർത്ഥനയിൽ പുറത്തു വന്നെങ്കിൽ അവരോട് കാണിച്ച കരുണയാ നീ ജീവനോടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില നീതിയുടെ ആമേൻ പുസ്തകം തുറക്കാനുള്ള സമയം ആമേൻ ആഗതമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകം ആമേൻ, ഹല്ലേലൂയ, നീതി വെളിപ്പെടുത്തുന്ന പുസ്തകമോ. ആമേൻ. അവൻ സത്യത്തെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയോ. വിശ്വാസത്തോടെ പറ, അവൻ എനിക്ക് വേണ്ടി നേരോടെ ന്യായം വിധിക്കുന്ന ദൈവമോ. അവൻ എന്റെ കർത്താതി കർത്താവോ. അവൻ എന്റെ രാജാതി രാജാവോ. അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ്. ജൂഡബന അധനക ശിയാന്തന വൈഡമന ധീബലഘടക ശംധനാരകൾ പ്രൗഢമന. ആമേൻ. ഹല്ലേലൂയ. അവനെ കൂടാതെ നിങ്ങൾക്കൊന്നും ആമേൻ ചെയ്യുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നലെ വരെ ആമേൻ എന്തെങ്കിലും എൻ്റെ കഴിവുണ്ട് നേടി എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമാ. അത് തീരാൻ സമയമായി. ആമേൻ. ആ വാക്കിന്റെ എൻഡിങ് ഇടാൻ സമയമായി. നീ വിളിച്ചു പറയുവാൻ പോകുന്നു, ഇത് അപ്പൻ തന്നതാ. ആമേൻ. ഇത് അപ്പന്റെ കഴിവാ. ആമേൻ. ഇത് അപ്പൻ തന്ന ശ്രേഷ്ഠതയോ. ഇത് അപ്പൻ എനിക്ക് വേണ്ടി ചെയ്ത വലിയ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അത് എന്ന് പറയാനുള്ള കീഴ്പ്പെടൽ വരുന്നു അന്ന് മുതൽ നിന്റെ ജീവിതം മാറുവാനിടയായി തീരും. ആമേൻ. നിന്റെ ശബ്ദം എന്ന് മാറുവാൻ തയ്യാറാണോ? നിന്റെ ശബ്ദത്തിന്റെ ടോൺ, നീ പറയുന്ന വാക്കെന്ന് മാറുവാൻ തയ്യാറാണോ? അന്ന് മുതൽ നിന്റെ കുടുംബം, ആമേൻ, കുടുംബമായി. ഓ റബല ശിയാന്തര. ഇന്ന് കുടുംബം എന്ന് പറയുവാനുള്ള പേരില്ല. ആമേൻ. സ്വർഗം പറയുന്നു കുടുംബം എന്ന് പറയുവാനുള്ള പേരിനെ സ്വർഗം നിന്റെ കുടുംബത്തിലേക്ക് നൽകുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നു. ആമേൻ. യേശു വലിയവനാണ്. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. അവനെ പോലെ ഈ ലോകത്ത് ആമേൻ മറ്റാരെയും പകരം വെക്കുവാൻ ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്നേഹത്തിലും പകരം വെപ്പാനില്ല, ജീവൻ തരുന്നതിലും പകരം വെപ്പാനില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോണം, നാളെ അവർ
എല്ലാവരുടെ മുമ്പിൽ നിങ്ങൾ വലിച്ചെറിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെങ്കിലും നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് കൈപൊക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളെ വേണ്ട എന്ന് തള്ളിപ്പറയുന്നത് ആ വ്യക്തിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ വലിയവനായ യേശു, ആമേൻ, അവനെ പോലെ ആരും ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനൊപ്പം പറയുവാൻ ഈ ലോകത്ത് മറ്റാരും ഇല്ലേ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആ നല്ല കർത്താവിനെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ മാനിക്കപ്പെടുവാനിടയായിത്തീരും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം അവസാന ഭാഗം ഇപ്രകാരം വിളിച്ചു പറയുന്നു: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 36-ാമത്തെ വാക്യം അവസാന ഭാഗം, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറയുക. ഇന്ന് പകലിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്ന ആമേൻ സഹോദരങ്ങളെ, ഇന്ന് പകലിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ശബ്ദം ശ്രവിക്കുന്ന കുടുംബങ്ങളെ, ആമേൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം നിങ്ങളോട് പറയുന്ന ദൂത: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പോൾ ചിന്തിച്ചോളണം, ഭയപ്പെടുന്ന എന്തോ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ഭയപ്പെടുന്ന കാര്യത്തെ ഓർത്ത് നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആമേൻ. വിശ്വസിക്കുന്ന നിങ്ങൾ ആ വിഷയത്തെ ഓർത്ത് ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനം ഇവിടെ പറയുമ്പോൾ തന്നെ സ്വർഗം ചില ഭയപ്പെടുന്ന വിഷയങ്ങൾക്ക് മേൽ തീ ഇറക്കി അവൻ വിടുതൽ അയച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അവൻ തീ ഇറക്കി വിടുതൽ അയച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആ അനുഗ്രഹിക്കപ്പെട്ട വിടുതലിൽ ചവിട്ടി നിന്ന് അത്ഭുതത്തിന്റെ സാക്ഷ്യം നിങ്ങൾ പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിനകത്തും നിങ്ങൾ ആയിരിക്കുന്ന വിഷയത്തിനകത്തും അവൻ ഭയപ്പെടേണ്ട, ആമേൻ, ഹല്ലേലൂയ, വലിയ ദൈവ പ്രവൃത്തി ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കവിടെ വായിക്കുവാൻ കഴിയും, ഹല്ലേലൂയ, യേശു കർത്താവും തന്റെ ശിഷ്യന്മാരും, ആമേൻ, യേശുവിന്റെ സുവിശേഷം കേൾക്കുവാൻ ഒത്തിരി പേർ തിങ്ങിക്കൂടി. ആമേൻ. പല സ്ഥാനങ്ങളിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള വ്യത്യസ്ത അനുഭവങ്ങളിലുള്ള ഒത്തിരി പേർ, ആമേൻ, മക്കളെ നഷ്ടപ്പെട്ടവർ, ആമേൻ, രോഗങ്ങളിലായിരിക്കുന്നവർ, ആമേൻ, മാനസാന്തരപ്പെടേണ്ട വ്യക്തികളെ ഓർത്ത് ദുഃഖിക്കുന്നവർ, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്നവർ, അങ്ങനെ വിവിധ തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന, കുടുംബ സമാധാനമില്ലാത്തവർ, ആമേൻ, അങ്ങനെ വിവിധ തരത്തിൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനം, ആമേൻ, യേശു കർത്താവിനോടൊപ്പം ചേർന്നിരുന്ന് ദൈവത്തിന്റെ വചനം ശ്രവിക്കുവാൻ ഇതാ, ആമേൻ, ഹല്ലേലൂയ, ഒരു സ്ഥാനത്ത്, ആമേൻ, ആമേൻ, ഒത്തുകൂടി. ആമേൻ. ആ 5-ാം അധ്യായം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25 മുതൽ 34 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ. 12 വർഷം രക്തസ്രവം ബാധിച്ച, ആമേൻ, രക്തസ്രവക്കാരി, ജനത്തിന്റെ തിക്കും തിരക്കും കാരണം അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ സൗഖ്യം പ്രാപിക്കും എന്ന ആഗ്രഹത്തോടുകൂടെ ദൈവസന്നിധിയിൽ ചെന്ന്, ആമേൻ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുന്ന സമയം, അതേ സമയം ഈ അത്ഭുതം അവിടെ നടക്കുന്ന അതേ സമയം, ആമേൻ, പള്ളിപ്രമാണിയായ, ആമേൻ, ഒരു വ്യക്തി, പള്ളിപ്രമാണി, ആമേൻ, ആ വ്യക്തി തൻ്റെ മകളുടെ രോഗത്തെ ഓർത്തായിരിക്കാം വേദനപ്പെട്ട് ഒരു വിടുതലിന് വേണ്ടി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വ്യക്തമായി നമുക്കവിടെ വായിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ രക്തസ്രവക്കാരിയുടെ വിടുതൽ കഴിയുമ്പോൾ അടുത്ത, ആമേൻ, പാരഗ്രാഫ്, അടുത്ത 35-ാമത്തെ വാക്യം തൊട്ട് നമുക്കവിടെ കാണുവാൻ കഴിയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യേശു കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞത് ഇതാ: നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ എഴിഞ്ഞു സ്വസ്ഥമായിരിക്ക എന്ന് പറഞ്ഞു. തൊട്ടടുത്ത ഭാഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഇങ്ങനെ യേശു കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന്, ആമേൻ, ആൾ വന്ന് നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രദ്ധിക്കണം, ആമേൻ, ഈ പള്ളിപ്രമാണി വളരെ പ്രത്യാശയോടുകൂടെ വലിയ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കാം, ആമേൻ, ആ യേശു കർത്താവിന്റെ ചുറ്റും നിന്ന് വൻ ജനാവലിയുടെ എടുക്കൽ ഇരുന്നു കൊണ്ട് എൻ്റെ മകളെ ഒന്ന്, ആമേൻ, സന്ദർഭം കിട്ടണം. കാരണം ഈ തിക്കും തിരക്കും ഒന്ന് കഴിഞ്ഞാലേ യേശുവിനോട് ഈ കാര്യം ഒന്ന് അവതരിപ്പിക്കണം. എൻ്റെ മകൾ ദീനമായി കിടക്കുന്നു, ആമേൻ, ഒന്ന് സൗഖ്യമാക്കി
സൗഖ്യമാകുവാൻ വീട് വരെ വരണം, എനിക്ക് കൊണ്ടുവരുവാൻ അസൗകര്യമാണ്, നീ കടന്നു വരണം. ആമേൻ. അപ്പം നോക്കണമേ, ആമേൻ, ഇങ്ങനെ ഒരു ആവശ്യമായി പള്ളിപ്രമാണി ഇരിക്കുമ്പോൾ യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് ഒരുവൾ സൗഖ്യം പ്രാപിച്ചു. ആമേൻ. ഈ സംഗതി പുറത്തു വന്നതും യേശു തിരിച്ചറിഞ്ഞു. അവളെ സമാധാനത്തോടെ ബാധയെ ഒഴിച്ച് സ്വസ്ഥമായി പോകുവാൻ പറയുന്ന വാക്ക് അതിനകത്ത് സംസാരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്നൊരു വ്യക്തി വന്ന് പറയുകയാണ്, ഇനി നീ യേശുവിന്റെ അടുക്കൽ ഇരുന്നിട്ട് കാര്യമില്ല, ഇനി നീ ഗുരുവിനെ അസഖ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഇനി നീ ഒരു വാക്ക് പോലും അതിനകത്ത് സംസാരിച്ചിട്ട് കാര്യമില്ല, കൈവിട്ടു പോയി. ആമേൻ. നിന്റെ ആമേൻ മകൾ എന്ത് ചെയ്തു? മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പം നോക്കണം, സാഹചര്യം മുഴുവനും ആമേൻ പ്രതികൂലത്തിന്റെ നടുവിൽ. കാരണം പള്ളിപ്രമാണിയുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ. കാരണം ആമേൻ മരിക്കുമെന്ന് കർത്താവിന് അറിയത്തില്ലേ? ആമേൻ. ആദ്യമേ കർത്താവിന് ആമേൻ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം വ്യാപരിപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ആമേൻ ഈ മരിക്കാറായി കിടക്കുന്ന വ്യക്തിയുടെ അവസ്ഥ ആമേൻ ആത്മീക കണ്ണുകൊണ്ട് കണ്ട് അവൻ അവിടെ നിന്നൊന്ന് ശ്വാസിച്ചാൽ പോരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വിവിധ ചിന്തകൾ ആമേൻ പള്ളിപ്രമാണിയുടെ ഉള്ളിലേക്ക് വന്നു കാണാം. ആമേൻ. പള്ളിപ്രമാണിയേക്കാൾ പ്രശ്നം തൻ്റെ കൂടെ ചുറ്റും നിന്നവരെ, പള്ളിപ്രമാണിയുടെ വീട്ടുകാർക്ക്. ഒന്ന് ചിന്തിച്ചു നോക്കണേ, വേറെ ആരും പറയുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നില്ല. ആമേൻ. പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് വന്ന് പറഞ്ഞ വ്യക്തിയാ പറയുന്നേ, ഇനി നീ ഗുരുവിനെ അസഹ്യപ്പെടുത്തരുത്. പ്രിയ ദൈവജനമേ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ കേൾക്കും, ആമേൻ ഹല്ലേലൂയ, നീ മിണ്ടിപ്പോരുത്, നീ പോയിട്ട് കാര്യമില്ല, നീ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നീ കൂവി വിളിച്ചിട്ട് കാര്യമില്ല, നീ ഉപവസിച്ചിട്ട് കാര്യമില്ല. ആമേൻ. നീ ഓടിയിട്ട് എന്തായി? നീ പലയിടത്തും ഓടിയില്ലേ? ഇത്രയും വർഷം കൊണ്ട് നീ ഓടിയില്ലേ? ആമേൻ. ആമേൻ. നീ ഈ വിഷയത്തിന് വേണ്ടിയിട്ടല്ലേ ഓടിയത്? നീ ഇതിനു വേണ്ടിയിട്ടല്ലേ കരഞ്ഞത്? നീ ഇതിനു വേണ്ടിയിട്ടല്ലേ രക്ഷിക്കപ്പെട്ടത്? നീ ഇതിനു വേണ്ടിയിട്ടല്ലേ അഭിഷേകം പറഞ്ഞ് തുള്ളിച്ചാടുന്നത്? നീ അതിനു വേണ്ടിയിട്ടല്ലേ രാപ്പകൽ പ്രാർത്ഥനയെന്ന് ഓടുന്നത്? അതിനല്ലേ നിന്റെ ശരീരം കളയുന്നത്, നിന്റെ നല്ല സമയം കളഞ്ഞത്? ആമേൻ. ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടായേക്കാം, ഒത്തിരി ആമേൻ ആമേൻ കുറ്റപ്പെടുത്തൽ ഉണ്ടായേക്കാം, ഒത്തിരി മാറ്റിപ്പറയൽ ഉണ്ടായേക്കാം. ഇന്ന് പകലിലും ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ വചനത്തിന് നിങ്ങളോട് പറയുവാനുള്ളത്, പള്ളിപ്രമാണിയുടെ കുടുംബത്തിനകത്ത് നിന്ന് നിരാശയുടെ വാക്കെഴുന്നേറ്റെങ്കിൽ ആ നിരാശയുടെ വാക്കിനെ മാറ്റിക്കുറിക്കുവാൻ, ആ ശബ്ദത്തെ മാറ്റിക്കുറിക്കുവാൻ ദൈവത്തിന്റെ ശബ്ദത്തിനും അവന്റെ ശക്തിക്കും ജീവനുള്ള വചനത്തിനും ആ ശക്തിയുള്ള നാവിനും കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകലിൽ നിന്നെ അസഖ്യപ്പെടുത്തുന്ന ആമേൻ നിന്റെ ആമേൻ ആമേൻ നീ ചെയ്യുന്ന വിദ്യാഭ്യാസത്തിനകത്ത് നിന്ന്, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന്, ആ ഓഫീസിനകത്ത് നിന്ന്, ആ കുടുംബ ജീവിതത്തിനകത്ത് നിന്ന്, ആ പാർക്കുന്ന പട്ടണത്തിനകത്ത് നിന്ന് എഴുന്നേൽക്കുന്ന ആ അസഖ്യമായ ചോദ്യങ്ങളുണ്ടല്ലോ, അതിനുള്ള മറുപടി സ്വർഗം ഇന്ന് പകലിൽ ഇറങ്ങി വന്ന് അവൻ നിന്റെ വീട്ടിനകത്ത് കടന്നു വന്ന് അവൻ അത്ഭുതത്തെ ചെയ്യുവാൻ മതിയായവനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ആമേൻ ഹല്ലേലൂയ. യേശു കേൾക്കുന്നുണ്ട്. ആമേൻ. പള്ളിപ്രമാണിയുടെ ഭവനത്തിൽ നിന്ന് വന്ന വ്യക്തി, ആമേൻ ഹല്ലേലൂയ, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി എന്തിനാ ഗുരുവിനെ അസഖ്യപ്പെടുത്തുന്നതെന്ന് പറയുന്നത്? അതിന്റെ 36-ാമത്തെ വാക്യം പറയുന്നു, യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് പറഞ്ഞ വാക്കിതാ, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിലും വ്യക്തിപരമായി നിങ്ങളുടെ ഓരോ കുടുംബങ്ങളോടും ദൈവത്തിന്റെ വചനത്തിന് പറയാനുള്ളത്, ലോകം പറയുന്നതൊന്നും നിങ്ങളുടെ കുടുംബം കാര്യമാക്കണ്ട. ആമേൻ. നീ എന്ന വ്യക്തി ലോകം പറയുന്നത് കാര്യമാക്കണ്ട. ആമേൻ. യേശു കാര്യമാക്കിയില്ലെങ്കിൽ ഇന്ന് പകലിലും നിനക്കും കാര്യമാക്കാതിരിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടേണ്ട. ആമേൻ. അപ്പോ ആമേൻ നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ള ആമേൻ ആ ദൈവപ്രവൃത്തിയുടെ വിടുതലിന് കാരണം എന്താ? ഭയപ്പാടും ആമേൻ വിശ്വാസമില്ലായ്മയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ആമേൻ വ്യക്തമായി എനിക്ക് വിരൽ ചൂണ്ടണമെന്നുണ്ട്. നോ, ഞാനത് ചെയ്യുന്നില്ല. ഇന്ന് പകൽ വിശ്വാസത്തോടെ ഹൃദയത്തിന്റെ പലകയിൽ ആമേൻ വിളിച്ചു പറ, ആമേൻ ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. നീ ഭയപ്പെടുന്ന ആ മാറ്ററിനെ ഇന്ന് പകലിൽ സ്വർഗത്തിലെ അപ്പന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകലിൽ നീ എറിയുക മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അവൻ നിനക്ക് വേണ്ടി ആമേൻ ആമേൻ വൻ കാര്യങ്ങളെ ആമേൻ
വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗ്ഗം ഇന്ന് പകലിൽ ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. വിശ്വാസത്തോടെ പറ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി ഇന്ന് പകലിൽ സ്വർഗ്ഗം ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ചിലതൊക്കെ കേൾക്കുമ്പോൾ വിഴുങ്ങാൻ തയ്യാറായിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. റിജക്ട് ചെയ്താൽ വിടുതൽ നടക്കത്തില്ല. ആമേൻ. കേൾക്കുന്ന ആലോചന അത് എന്റേതാണെന്ന് പറഞ്ഞ് ആര് റിസീവ് ചെയ്യുവാൻ തയ്യാറാണോ ഇന്ന് പകൽ സ്വർഗ്ഗം അത് അംഗീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരൊക്കെ റിജക്ട് ചെയ്താലും ഞാൻ ഇന്ന് പകലിൽ നെഞ്ചത്ത് കരം വയ്ക്കും. ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ആമേൻ, കണ്ണുനീരിന്റെ അനുഭവങ്ങളും വേദനകളും ഉള്ളത്. ഞാൻ പറയും, നിങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി തീച്ചുളക്കകത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ചുംബിച്ചതുപോലെ, ആമേൻ, ഹല്ലേലൂയ, സ്നേഹത്തോടെ മാറിൽ പറ്റിയിരിക്കുന്നവർ പോലും കാറിത്തുപ്പുന്ന ഒരു ലോകത്താണ് ഞാനും നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുടുംബവും നിൽക്കുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവിടെയും ആമേൻ ദൈവത്തിന് ആമേൻ വ്യക്തിപരമായി ഞങ്ങളോടും സംസാരിക്കുവാനുള്ളത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. അവൻ നീതിയുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ നീതിയുടെ ദൈവമാണ്. എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പള്ളിപ്രമാണി വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് വേറെ ആരെയും കൂട്ടിയില്ല. ചില വിരലിലെണ്ണാകുന്ന ചില വ്യക്തികളെ, പത്രോസ്, യോഹന്നാൻ, യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരോടും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അത്രയും പേര് ഉണ്ടായിരുന്നിട്ടും ആമേൻ മരിച്ച വ്യക്തിയെ പുറത്ത് കൊണ്ടുവരുന്നത് കാണുവാൻ ആമേൻ സ്വർഗത്തിലെ അപ്പൻ വേറെ ആരെയും കൊണ്ടുപോയില്ല. ആമേൻ. ചില സ്ഥാനങ്ങളിലൊക്കെ ചില വ്യക്തികളോട് നിന്നെ ആക്കുന്നത് ആമേൻ ദൈവത്തിന്റെ പദ്ധതിയാ. പ്രൈസ് ദി ലോർഡ്. ചിലയിടത്തൊക്കെ നീ ചെന്ന് ചേരുന്നതും വന്ന് ചേരുന്നതും ദൈവപ്രവർത്തിക്ക. പ്രൈസ് ദി ലോർഡ്. അതൊരു സീസണല. ഓ റമാന ശിയാംതന. എത്ര പേർ വിശ്വസിക്കുന്നു അതൊരു ദൂത നിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ട് നിർത്തുന്നത് ചില സീസണൽ ദൈവപ്രവർത്തിക്ക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വന്നതും അതിനാ, ദൈവം നിന്നെ തെരഞ്ഞെടുത്തതും അതിനാ. ആമേൻ. ഒരു വലിയ അത്ഭുതത്തിനാ, ഒരു വലിയ വിടുതലിനാ, വലിയൊരു സാക്ഷ്യത്തിനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. യേശു ആമേൻ. ഹല്ലേലൂയ. അതാ പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറ് ആരാവാരത്തെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ട് അകത്തു കടന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദുഃഖത്തിന്റെ ഭവനത്തിൽ കേൾക്കുന്ന മുറവിളിയും കണ്ണുനീരും വേദനയും. ആമേൻ. ഹല്ലേലൂയ. 12 വയസ്സായ മകൾ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ആ കുടുംബത്തിനകത്ത് കിടക്കുന്ന നിലവിളിയുടെയും ആമേൻ ആരാവരത്തിന്റെയും പദം പറച്ചിന്റെയും നിലവിളിയുടെയും അടുക്കലേക്ക് സ്വർഗത്തിലെ അപ്പനും ചില വ്യക്തികളും അവൻ തെരഞ്ഞെടുത്ത ചില വ്യക്തികളുമായി ആ ഭവനത്തിൽ ഇതായെത്തി. ആമേൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നത് ഇതാ, നിങ്ങളുടെ ആമേൻ ആരാവാരവും കരച്ചിലും എന്തിന്? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ അറിയാം ആമേൻ ഇത് ആമേൻ മരണമല്ല, ഇതൊരു ഉറക്കമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇന്ന് പകലിലും ഉറങ്ങിക്കിടക്കുന്ന ചിലതിനെയൊക്കെ കർത്താവ് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ പോകുക. ചില അവസ്ഥകൾക്ക്, ചില നാറ്റം ഭവിച്ച അവസ്ഥകൾക്ക് സ്വർഗം ഇന്ന് പകൽ പുറത്തെടുക്കുവാൻ പോകുക. ചില റീപോസ്റ്റ്മോർട്ടം, ചിലതൊക്കെ ചെകഞ്ഞ് പുറത്തു വരാൻ പോകുക. ആമേൻ. ചിലതൊക്കെ ചെകഞ്ഞ് പുറത്തു വരുന്നത് ഒരു അത്ഭുതം കാണാൻ വേണ്ടിയാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. 12 വർഷം ആറ്റുനോറ്റു വളർത്തിയ മകൾ മരിച്ചുപോയ നിലവിളിയുടെ ശബ്ദത്തിൽ കണ്ണുനീരിന്റെ നടുവിലായിരിക്കുന്ന കുടുംബത്തോട് സ്വർഗത്തിലെ അപ്പൻ ഭവനത്തിനകത്ത് കാലൂന്നി വിളിച്ചു പറയുന്നു, ആമേൻ, അവൾ ഉറങ്ങുകയത്രേ. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഇന്ന് പകലിൽ മക്കളെ ഓർത്തു കരയുന്ന മാതാപിതാക്കളെ, പ്രശ്നങ്ങളെ ഓർത്തു നിലവിളിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ ഇതൊന്നും ഒന്നിന്റെയും അവസാനമല്ല. ആമേൻ. ചിലത്
പുതിയത് പുറത്തു വരാൻ വേണ്ടിയോ, ചില പുതിയ സംഭവങ്ങൾ, ചില പുതിയ വ്യക്തിബന്ധങ്ങൾ, ചില പുതിയ അനുഭവങ്ങൾ, ചില പുതിയ ദൈവപ്രവൃത്തി, ചില പുതിയ അനുഭവത്തിന്റെ സാക്ഷ്യങ്ങൾ നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ, നിന്റെ തൊഴിലിടത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ആത്മീക ജീവിതത്തിനകത്ത് ചിലത് പുറത്തു വരാൻ വേണ്ടിയാ. നീ എന്തിനാ കരയുന്നത്? സ്വർഗം നിന്നോട് ചോദിക്കുന്നത്, എന്തിനാ മരിച്ചെന്ന് പറഞ്ഞ് നീ കരയുന്നത്? മരിച്ചിട്ടില്ല, നിന്റെ തലമുറയുടെ ജീവിതം അവസാനിച്ചിട്ടില്ല, നശിച്ചു പോയിട്ടില്ല, തുടക്കം കുറിക്കാൻ പോകുന്നതേ ഉള്ളൂ. വലിയ അനുഗ്രഹത്തിന്റെ തുടക്കങ്ങൾ, നിന്റെ തലമുറയുടെ ശുഭഭാവിയുടെ അനുഗ്രഹത്തിന്റെ തുടക്കങ്ങൾ. ചൂടബബ ശബ്ദന റബാലക ശിയാംധന വൈഡർശമന ഹദനഘടക ശബ്ദനാരകൾ പ്രൗഢവന. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ നോക്കി എല്ലാവരും പരിഹസിച്ചു. 40 ആമേൻ അവനെ പരിഹസിച്ചു. അവരെല്ലാവരെയും പുറത്താക്കി. പ്രൈസ് ദി ലോർഡ്. പരിഹസിച്ച എല്ലാവരെയും ആമേൻ യേശു അങ്ങ് പുറത്താക്കി. ആമേൻ. സ്വർഗ്ഗത്തിലെ ദൈവം നിന്റെ ജീവിതത്തിനകത്തൊരു വലിയ അത്ഭുതം ചെയ്യുവാൻ പോകുമ്പോൾ ഫസ്റ്റ് അവൻ ചെയ്യുന്നത് നീക്കേണ്ടതിനെ ഒക്കെയും അങ്ങ് നീക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു റൗണ്ട് വരച്ച് ആമേൻ നിന്റെ പ്രശ്നങ്ങളെയും നിന്നെ നിന്ദിച്ചവരെയും നിർത്തിയിട്ട് അവൻ അകത്ത് കിടന്നു അവൻ ചെയ്യാനുള്ളതിനെ ചെയ്യും. അവൻ മരിച്ചതിനെ പുറത്തു കൊണ്ടുവരും. അവൻ നിർജീവമായതിനെ പുറത്തു കൊണ്ടുവരും. അവൻ നാറ്റം വമിച്ചതിനെ സുഗന്ധമുള്ളതാക്കി തീർക്കും. അവൻ പ്രശ്നത്തെ പരിഹാരം നൽകി വിടുവിക്കുന്ന ദൈവമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അപ്പനെയും അമ്മയെയും മാത്രം അകത്തു കയറ്റി വാതിലടച്ചു. അവൻ ആമേൻ ആ കുഞ്ഞിനോട് പറഞ്ഞത് ഇതാ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തബീത ഖൂമി എന്നർത്ഥമുള്ള ബാലെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പോൾ അവൾ യേശുവിന്റെ കരം പിടിച്ച് എഴുന്നേൽക്കുവാനിടയായി. ഇന്ന് പകൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ കുടുംബമേ, ഇന്ന് പകലിൽ ചില റൂമുകൾക്കുള്ളിലേക്ക്, ചില കുണ്ടറകളുടെ അകത്തേക്ക്, ആമേൻ, ചില പാപത്തിന്റെ ലോകത്തിലേക്ക് ഇന്ന് പകൽ സ്വർഗ്ഗത്തിന്റെ ദൈവം കരം നീട്ടാൻ പോകുകയാ. നിന്റെ തലമുറയെ വീണ്ടെടുക്കുവാൻ, നശിച്ചു പോകുന്ന നിന്റെ കുടുംബ ജീവിതത്തെ വീണ്ടെടുക്കുവാൻ. ഓ റമന ശിയാന്തന വൈഡൽ ശമന ധീമലഘടകശി അർത്ഥന വൈഡ റഖാലഘടക ശന്തന ലോകത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ കുടുംബത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. നിന്റെ അവസ്ഥയ്ക്കകത്തേക്ക് അവൻ ഇന്ന് പകലിൽ കരം പിടിച്ചു പ്രശ്നത്തിൽ കിടക്കുന്നതിനെ അവൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാ. ജൂഡബബ ശംതനാരകൾ പ്രൗഢവന അഥനഘടക ശംതനാരകൾ ഘടകസി. ഹല്ലേലൂയ. അവൻ തകർന്നു പോകുവാൻ അവൻ അനുവദിക്കുന്ന ദൈവമല്ല. എനിക്കറിയത്തില്ല, ചില പ്രശ്നങ്ങളുടെ നടുവിലേക്ക്, ചില സാഹചര്യങ്ങൾക്ക് അതീതമായി സ്വർഗം ഇന്ന് പകൽ കരം നീട്ടാൻ പോകുന്നു. അവൻ കരം നീട്ടാൻ പോകുന്നു. ആ കരത്തോടൊന്ന് ചേർത്ത് പിടിക്കുവാൻ തയ്യാറാണോ? നിന്റെ മക്കളെ ഓർത്താണ് കരയുന്നത്. പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. എന്റെ തലമുറ ആ യേശുവിന്റെ കരത്തിലൊന്ന് പിടിക്കട്ടെ. എന്റെ ഭർത്താവ് ആ യേശുവിന്റെ കരത്തെ ഒന്ന് പിടിക്കട്ടെ. എന്റെ ഭാര്യ ആമേൻ എന്റെ കർത്താവിന്റെ കരത്തെ ഒന്ന് പിടിക്കട്ടെ. എന്റെ മരുമകൾ ആ നല്ല കർത്താവിന്റെ കരത്തെ ഒന്ന് പിടിക്കട്ടെ. എന്റെ മരുമകൻ ആ നല്ല കർത്താവിന്റെ കരത്തെ ഒന്ന് പിടിക്കട്ടെ. ചൂടമന വൈഷമന ഹദനഘടക ശബ്ദനാരകൾ പ്രൗഢമന ആ കരത്തെ പിടിക്കുവാനൊന്ന് സമർപ്പിച്ചാട്ടെ. നീ എഴുന്നേൽക്കുവാൻ പോകുകയോ? നിന്റെ കുടുംബം എഴുന്നേൽക്കുവാൻ പോകുന്നു. നിന്റെ തലമുറ എഴുന്നേൽക്കുവാൻ പോകുന്നു. നിന്റെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ പോകുന്നു. നിന്റെ ബന്ധനങ്ങൾക്കകത്തു നിന്ന് എഴുന്നേൽക്കുവാൻ പോകുന്നു. പാരമ്പര്യ ശക്തികൾക്കകത്തു നിന്ന് എഴുന്നേൽക്കുവാൻ പോകുന്നു. ലോകം കെട്ടിയ കെട്ടുകൾക്കകത്തു നിന്ന്, ലോകം നിന്ദിച്ച നിന്ദകൾക്കകത്തു നിന്ന് പരിശുദ്ധാത്മാവ് നിന്നെ പുറത്തെടുക്കുവാൻ പോകുകയോ? വൈകള തുറന്നനി ഭാഷകൾ സ്തുതിച്ചാട്ടെ. വൈഡാമന ഹദനക ശിയാംതന വൈഷമന ഹംദന ഹദനഘടക ശംധനാരകൾ പ്രൗഢവന വൈഡാന രകൾ ഘടകശി അർത്ഥന റിബലഘടക ശബ്ദന ഒന്നുമില്ലായ്മയുടെ ദാരിദ്ര്യം മറച്ചിൽ നിന്ന് സ്വർഗം നിന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയോ? ഇല്ലായ്മയുടെ കണക്ക് പറയുവാനല്ല, സമൃദ്ധിയുടെ പ്രസംഗം പ്രസംഗിക്കുവാൻ നീതിയുള്ള ന്യായാധിപതി നിന്നെ ഇരുത്തുവാൻ പോകുകയോ? വിശ്വാസത്തോടെ പറ. ചൂടബബ ശബ്ദന റഗൽ ഘടകശിയ അർത്ഥന വൈഡ മന ശബ്ദനെ വൈഷമന ഹസിയാംധനെ അൽഗ പ്രൗഢവന ധീബലഘടകശിയ ചൂടമന ഹന്ദരഘടകശിയ
അധുരഘടക ശബ്ദനാരകൾ പ്രൗഢവനോ വിശ്വസ്തകർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും 24-ാമത്തെ ദിവസം അപ്പന്റെ സന്നിധിയിൽ പകൽക്കാലമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നല്ല അവസരത്തിനായി സ്തോത്രം. അങ്ങ് വചനത്തിലൂടെ അരുളി ചെയ്തല്ലോ, ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം അത്ഭുതങ്ങളെ ചെയ്തു. ആമേൻ. അത്ഭുതങ്ങളെ ചെയ്തു. അവരുടെ തകർച്ചകളെ മാറ്റി ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു ആശ്വാസവും സമൃദ്ധിയും സ്വർഗ്ഗമങ്ങ് നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് ഞങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയിലായിരിക്കുന്നു. അപ്പന്റെ സാന്നിധ്യം കൂടെ ഇരിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.